CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. വിഷയത്തിൽ ഉന്നതതല യോഗം വിളിക്കും. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയായതിനുശേഷം ജില്ലയിലെത്തിയ മന്ത്രിക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ UDF രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. കരാറിൽ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുകയെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. വർഗീയ പ്രചാരണം നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടത്തിൽ മതേതര നിലപാടെടുത്തതാണ് മുസ്ലിം ലീഗ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കാരണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മുസ്ലിം ലീഗ് ലീഡേഴ്സ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റവന്യൂ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയ AP അനിൽകുമാറിന് സ്വീകരണമൊരുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. മലപ്പുറം KSRTC പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് മന്ത്രിയെ DCC ഓഫീസിലേക്ക് ആനയിച്ചത്. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. വിഷയത്തിൽ ഉന്നതതല യോഗം വിളിക്കും. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയായതിനു ശേഷം ജില്ലയിലെത്തിയ മന്ത്രിക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. UDF പ്രവർത്തകരുടെ ആവേശമുദ്രാവാക്യത്തോടെയാണ് മന്ത്രിക്ക് സ്വീകരണം നൽകിയത്. കേക്ക് മുറിച്ചുള്ള സ്വീകരണ പരിപാടിയിൽ ഭർത്താവ് VK ശ്രീകണ്ഠൻ MP പങ്കെടുത്തു. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. പാലക്കാട് മെഡിക്കൽ കോളേജ് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമായി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പാലക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കും. അവിടുത്തെ റിക്രൂട്ട്മെന്റ് ആണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തുടക്കഘട്ടത്തിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഏത് കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോഴും സുതാര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ജനങ്ങളുടെ മുന്നിൽ വളരെ സുതാര്യമായ രീതിയിൽ ചെയ്യുക. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. കാരണം ആ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്ന കൃത്യമായിട്ടും സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്നുള്ളത് ഉറപ്പുവരുത്തും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചാർജുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അടിയന്തരമായിട്ട് യോഗം വിളിക്കും. CCN മണ്ണാർക്കാട്. വർഗീയ പ്രചാരണം നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടത്തിൽ മതേതര നിലപാടെടുത്തതാണ് മുസ്ലിം ലീഗ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കാരണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മുസ്ലിം ലീഗ് ലീഡേഴ്സ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഏറ്റവും വലിയ വർഗീയത പറയുന്നവരെയാണ് തിരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ രംഗത്തിറക്കിയത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയാണ് അവർ പ്രചരിപ്പിച്ചത്. എന്നാൽ ജനം ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞതായി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തവനൂരിൽ UDF സ്ഥാനാർത്ഥി നേടിയ വിജയമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണലായി ചിന്തിച്ചപ്പോൾ നമ്മൾ മതേതരത്വത്തിൽ ഉറച്ചു നിന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലീഗിന്റെ നിലപാടുകളെ വിമർശിക്കുകയും ചെറിയ ഇളക്കമുണ്ടായാൽ കുറ്റം പറയുകയും ചെയ്യുന്ന സ്ഥിരം ശക്തികൾ ഒരുപാടുണ്ട്. അവരെക്കുറിച്ച് മോശം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവരെയൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാർട്ടിയിൽ ബഹുജനം അർപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല, നമ്മളതിൽ അഭിമാനിക്കണം. ആ വിശ്വാസം എന്തിനുള്ള ഒരു സീലാണ്? അതാണ് ഏറ്റവും പ്രധാനം. ഒരു മതേതരത്വ നിലപാട് എടുത്തതിനുള്ള ഒരു സീലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വർഷം എന്ന് പറയുന്നത് വർഗീയത പ്രചരിപ്പിച്ച അതിൻ്റെ അങ്ങേയറ്റത്തെ വിഷലിപ്തമായ പ്രചരണം നടന്ന ഒരു ഘട്ടമായിരുന്നു. ഇറക്കാവുന്നതിൽ വെച്ച് കൊടും വർഗീയത പറയുന്ന ആളുകളെ ഇറക്കി നമുക്കെതിരായി പച്ചവർഗീയത, കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന ജാതിയുള്ള വർഗീയത ഇവിടെ പറഞ്ഞു. പക്ഷേ ജനം അത് റിജക്റ്റ് ചെയ്തു. ഇവിടെ പുരസ്കാരം കൊടുക്കുന്നു. ജോയി ജയിച്ചത് തവനൂരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ വർഗീയതയും ജാതീയതയും സ്വന്തം മതം നോക്കി വോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് എങ്കിൽ പണ്ട് AK ആൻ്റണിയെ തിരുരങ്ങാടി മത്സരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയത കത്തുന്ന കാലത്തും ജോയിയെ തവനൂരിൽ നിന്ന് ജയിപ്പിക്കാനുള്ള മതേതരത്വമുള്ള പാർട്ടിയാണ് എന്നുള്ളത് ഈ യുഗത്തിലും തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നമുക്കറിയാം പേരാമ്പ്രയിൽ നിന്നാണ് ഫാത്തിമ തലിയ വിജയിച്ചത്. അവിടെ മതപരമായി ജാതിപരമായി ഒക്കെ പറഞ്ഞാൽ ആ ഓരോ സമുദായത്തിൻ്റെ ഇക്വേഷൻ നോക്കിയാൽ അങ്ങനെ വിജയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണലായി കണ്ടപ്പോൾ നമ്മൾ മതേതരത്വത്തിൽ ഉറച്ചു നിന്നു. വേറെ ഉണ്ടായിരുന്നു പല ഭീഷണികളും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെ നിരന്തരം വിമർശിക്കുകയും ഇളകിയാൽ കുറ്റം പറയുകയും ചെയ്യുന്ന സ്ഥിരം ശക്തികൾ ഒരുപാടുണ്ടായിരുന്നു. അവരെക്കുറിച്ച് മോശം പറയാനുള്ള ഒരു സന്ദർഭം അല്ലാത്തതുകൊണ്ട് ഞാൻ അവരങ്ങ് വിടുകയാണ്. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെയൊക്കെ ജനം റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചാണ് കേരളത്തിൽ ജനങ്ങൾ നിൽക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളാണ് ശരി എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടു. ചടങ്ങിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരായി സ്ഥാനമേറ്റ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, KM ഷാജി എന്നിവരെ ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എംപിമാരായ PV അബ്ദുൽ വഹാബ്, ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സംതാനി, MLA മാരായ TV ഇബ്രാഹിം, TP അഷ്റഫ് അലി, അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. കൊച്ചിയിലെ കുടിയൊഴിപ്പിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ മന്ത്രി KA തുളസി. കുടിയൊഴിപ്പിക്കലിൽ മനുഷ്യത്വപരമായാണ് പോലീസ് ഇടപെടേണ്ടിയിരുന്നതെന്നും മനുഷ്യത്വ സമീപനം എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും മന്ത്രി പറഞ്ഞു. വിഷയം ആളിക്കത്തിക്കുന്നതിന് പകരം കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിക്കണമെന്നും KA തുളസി കൂട്ടിച്ചേർത്തു. അതിപ്പോൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാവകാശം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, പല ആളുകളും അത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി അത് സർക്കാർ വന്ന് അധികാരമേറ്റ ഉടനെ ജനദ്രോഹപരമായിട്ടുള്ളൊരു നടപടി എടുക്കുകയാണ് എന്നുള്ള തരത്തിൽ പല കോണുകളിൽ നിന്നും അഭിപ്രായം വരുന്നുണ്ട്. അത് വാസ്തവവിരുദ്ധമാണ്. ഇത് സർക്കാരിൻ്റെ നടപടിയല്ല, കോടതിയുടെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിയാണ്. അത് സർക്കാരിന് അടിയന്തരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ജനങ്ങളോടുള്ള ആ പെരുമാറ്റം അത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് ആഭ്യന്തര വകുപ്പും സർക്കാരും ഇടപെട്ട് അത് നിർത്തിവെക്കുകയുണ്ടായി. പിന്നീട് കോടതിയിലേക്കാണ് പോയത് സാവകാശം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതെല്ലാം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ 2 റൗണ്ട് ചർച്ചകൾ, ഒന്ന് തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ വെച്ചും രണ്ടാമത്തേത് എറണാകുളം കളക്ട്രേറ്റിൽ വെച്ചും ഇതിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. വീണ്ടും കൂടിയാലോചന നടത്തി അതിന് വേണ്ട സത്വരമായിട്ടുള്ള നടപടികൾ എടുക്കും. വകുപ്പിന് ചെയ്യാനുള്ളത് ഇതാണ്. കോടതി ഉത്തരവ് വളരെ ദൃഢമായിട്ട് നിലനിൽക്കുകയാണ് എങ്കിൽ
നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകളെ ഏറ്റവും അടിയന്തരമായിട്ട് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നടപടി ആയിരിക്കില്ല. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോവുകയുള്ളൂ. ഞാൻ പോലീസിന്റെ വീഴ്ചയെന്നോ അഡ്വക്കേറ്റ് കമ്മീഷന്റെ വീഴ്ചയെന്നോ പറഞ്ഞിരുന്നില്ല. ആരെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും കോടതി വിധികളെയൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന നടപടിയിലൂടെ നമുക്കൊരു സർക്കാർ നടപടി ഉറപ്പുവരുത്താനായിട്ട് കഴിയില്ല. മനുഷ്യത്വപരമായിട്ടുള്ള സമീപനങ്ങളിലൂടെ മാത്രം എല്ലാവരും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണോ അങ്ങനെ അല്ലാതെ പെരുമാറിയത് അവർക്ക് എല്ലാവർക്കും ബാധകമായ ഒരു പൊതുവായ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാരാണ്. ശാശ്വതമായിട്ട് ഇത് പരിഹരിക്കാൻ അവർക്ക് ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾക്ക് അവർ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിലൊക്കെ അംഗങ്ങളായിരുന്ന ആളുകളാണ് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പൊ ആ 10 വർഷം ഇതിനെക്കുറിച്ച് ഒന്നും തീരുമാനമെടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രശ്നങ്ങളിലേക്ക് വന്ന് നടുക്ക് നിന്ന് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ വിലയിരുത്തും എന്നുള്ളതാണ് അവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. CCN മണ്ണാർക്കാട്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ UDF രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. കരാറിൽ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുകയെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. അങ്ങനെ ഒരു പർട്ടിക്കുലറായിട്ട് അങ്ങനെ ഒരു സംഗതി വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ ഉള്ളപ്പോഴും 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു LP സ്കൂൾ ഉണ്ടാവണം എന്നുള്ളൊരു നിയമമാണ്. അതേമാതിരി 3 കിലോമീറ്റർ ചുറ്റളവിൽ UP സ്കൂൾ ഉണ്ടാവണം, 5 കിലോമീറ്റർ ചുറ്റളവിൽ ഹൈസ്കൂൾ ഉണ്ടാവണം. അതൊക്കെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. എന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സംഗതികൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ട്. അത് ഏതായാലും ആദ്യം പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അതൊരു സ്റ്റേറ്റ് സമൂഹത്തിന് ഉറപ്പ് കൊടുക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. ഉണ്ടോ ഖാദർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് മുഴുവൻ നടപ്പാക്കിയിട്ടില്ല. ചില കാര്യങ്ങളെ നടപ്പാക്കിയിട്ടുള്ളൂ. ഈ ഏകീകരണം, സ്കൂളുകളിൽ പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പൾ, ആ രീതിയിലൊക്കെ ഉള്ളൊരു മാറ്റങ്ങളൊക്കെയാണ് വന്നത്. അത് പരിശോധിച്ചിട്ട് ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതിലെ പൂർണ്ണമായും എല്ലാ നിർദ്ദേശങ്ങളും പ്രായോഗികമോ ഗുണപരമോ ആണ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് വരുത്തിയ കാര്യങ്ങൾ റിവേർട്ട് ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞല്ലേ ഒരു ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പറയാൻ കഴിയും. PM ശ്രീയുടെ ചർച്ചകൾ ഇനിയാണ് നടക്കുന്നത്. ഞങ്ങളുടെ നിലപാടിൽ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ നാട് ഫെഡറൽ സംവിധാനത്തിലുള്ള രാജ്യമാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനത്തിനെന്ന പോലെ കേന്ദ്രത്തിനും അധികാരമുണ്ട്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ഇങ്ങനെയൊരു കണ്ടീഷൻ വെച്ചത് ശരിയായില്ല. സർക്കാർ തുടർച്ചയാണ്. സർക്കാരിന്റെ രാഷ്ട്രീയത്തിലാണ് മാറ്റങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന നിലയിൽ എന്റെ നിലപാട് മാത്രമല്ല വരേണ്ടത്. വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വിവിധ വശങ്ങൾ പരിശോധിച്ച് തീരുമാനം അറിയിക്കും, മന്ത്രി വ്യക്തമാക്കി. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചു. അധിക ബാച്ചുകൾ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തന്നെ അലോട്ട്മെന്റ് നടത്താനാണ് ശ്രമമെന്നും എന്നിട്ടും പ്രതിസന്ധി തുടരുകയാണെങ്കിൽ മറ്റു പ്രതിവിധികൾ ആലോചിക്കുമെന്നും പറഞ്ഞു. മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ അനുവദിക്കേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എയ്ഡഡ് ഉൾപ്പെടെ അത് പരിശോധിക്കണം. അതിൻ്റെ സാമ്പത്തിക ബാധ്യത എത്ര വരും നോക്കണം. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഈ ശരിക്ക് 12ാം ക്ലാസ് വരെയാണ് സ്കൂൾ വിദ്യാഭ്യാസം. അപ്പം 10ാം ക്ലാസ്സിന് ശേഷം അത് നിഷേധിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു തെറ്റാണ്. അപ്പോൾ
ഇപ്പോ നമ്മളൊരു യൂണിറ്റായിട്ട് കാണുന്നത് ജില്ലയാണ്. ഇവിടെ മലപ്പുറത്താണെങ്കിൽ നിലമ്പൂരിലൊരു കുട്ടിക്ക് ഈ ജില്ലയിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊന്നാനി പൊന്നാനിയിൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിലും ഈ ജില്ലയാണ്. അപ്പം ആ രീതി മാറ്റി ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ എത്ര കുട്ടികൾ SSLC പാസ്സാവുന്നോ അത്രയും സീറ്റുകൾ ആ വിദ്യാഭ്യാസ ജില്ലയിൽ ഉണ്ടാകണം എന്ന തലത്തിലേക്ക് ആവണം നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പം ആ രീതിയിൽ ക്രമീകരിച്ച് അങ്ങനെ സാധ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഈ ആശയം ഞാൻ ഇതിനകം തന്നെ ഇവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആശയം അതാണ്. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ എത്ര കുട്ടികൾ ജയിക്കുന്നു അവർ അവരേജ് ഉണ്ടാവില്ലേ, അവർക്ക് ആ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ആവശ്യമായ സീറ്റ് ഉണ്ടാവും ഒരു DO തലത്തിൽ. പാഠപുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട് അച്ചടി പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. എല്ലാ ദിവസവും പുസ്തക വിതരണം പുരോഗമിക്കുകയാണെന്നും ഈ മാസം 30-നകം വിതരണം പൂർത്തിയാക്കുമെന്നും N. ഷംസുദ്ദീൻ പറഞ്ഞു. പുസ്തക അച്ചടി കേന്ദ്രത്തിൽ നിന്ന് വിവിധ ജില്ലകളിലേക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ വാച്ച് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വന്ന ഉടൻ ഇതിൽ നിതാന്ത ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമുക്ക് ഉറപ്പ് തരുന്നത് ഇന്നലെയും നമ്മുടെ DG ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ പറഞ്ഞ കൃത്യമായിട്ട് 30-ാം തീയതിക്കുള്ളിൽ എല്ലായിടത്തും പുസ്തകം എത്തുന്നതിന്. ഞാൻ ഇതേ ചോദ്യം ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ ITH സ്കൂളുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ നിലക്കുള്ള സംഗതികളെ ഇപ്പൊ നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ളൂ. ഇനി അത് കൂടുതലായിട്ട് വരുത്തേണ്ടതുണ്ട്. അതായത് പാഠപുസ്തക പരിഷ്കരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് AI ഉൾപ്പെടുത്താനുള്ള ഇത് ഇനി ഞങ്ങൾ തുടർന്ന് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പം നിലവിലില്ല, വളരെ ലിമിറ്റഡേ ഉള്ളൂ. ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയണം. അതിനിടയിൽ അതിന് ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് ഇതൊരു CRT ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഉണ്ടാക്കി വരണ്ടേ. ഇനിയുള്ള കാലത്ത് AI പഠിപ്പിക്കാതിരിക്കാൻ കഴിയില്ല, കാര്യമായി ഉൾപ്പെടുത്താം. CCN മലപ്പുറം. റവന്യൂ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയ AP അനിൽകുമാറിന് സ്വീകരണമൊരുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. മലപ്പുറം KSRTC പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് മന്ത്രിയെ DCC ഓഫീസിലേക്ക് ആനയിച്ചത്. മന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ മലപ്പുറം സന്ദർശനം കോൺഗ്രസ് UDF പ്രവർത്തകർ വൻ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. DCC ഓഫീസിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ കോൺഗ്രസ് UDF നേതാക്കൾ പങ്കെടുത്തു. VS ജോയ് MLA, UDF ജില്ലാ ചെയർമാൻ KP മജീദ്, PT അജയ് മോഹൻ, VA കരീം, ആലിപ്പറ്റ ജമീല തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. 4 സീറ്റുകളിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തവനൂരും പൊന്നാനിയും ഒക്കെ നമുക്ക് ഏറെ പ്രയാസമുണ്ട് എന്ന് കരുതിയിരുന്നെങ്കിൽ നമുക്ക് 4 സീറ്റും കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞു. 16 സീറ്റും UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. UDF ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ഈ ഒരു സ്വീകരണ സമ്മേളനത്തിൽ ഞാൻ മലപ്പുറത്തെ ഈ ഓഫീസിന് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ മലപ്പുറത്തെ ഓഫീസിൽ നിന്നാണ് ഇതിന് തൊട്ടടുത്തുള്ള ഓഫീസുകളിലൊക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത്. 82-ന് ശേഷം ഞാൻ ഈ ഓഫീസിനകത്ത് വന്ന കാലം മുതൽ മലപ്പുറത്തെ സ്ഥിര സന്ദർശകനാണ് ഞാൻ ഈ ഓഫീസിൽ. അവിടെ നിന്ന് തുടങ്ങി ഇന്ന് പാർട്ടി എനിക്ക് നൽകിയ അവസരങ്ങൾ വളരെ വളരെ വലുതാണ്. ആ അവസരങ്ങളൊക്കെ വരുമ്പോഴും പാർട്ടി പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഉത്തരവാദിത്വം നൽകുമ്പോൾ അതും ജനങ്ങൾക്ക് വേണ്ടി പരമാവധി ചെയ്യുവാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. മലപ്പുറത്ത് സംസാരിക്കുമ്പോൾ ഈ ഒരു DCC ഓഫീസിന് മുന്നിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നാമധേയമാണ് മലപ്പുറത്തെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്ന നാമധേയം. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തോടൊപ്പം 2 മന്ത്രിസഭയിൽ ഇരിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. 15 വർഷക്കാലത്തോളം ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ ഒപ്പം നിയമസഭയിൽ ഇരുന്ന ആളാണ് ഞാൻ. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നിയമസഭാ പ്രവർത്തനങ്ങളിലും മന്ത്രിസഭാ പ്രവർത്തനങ്ങളിലും എനിക്ക് വഴികാട്ടിയായ ശ്രീ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. CCN
മലപ്പുറം. പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി പാതയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണലായ മങ്ങാടംപറമ്പത്ത് ശിവാനന്ദന്റെ മകൻ 18 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ ആനമങ്ങാട് കൃഷ്ണപ്പടി വളവിലായിരുന്നു അപകടം സംഭവിച്ചത്. ആദിത്യനും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ അമിത വേഗത്തിലെത്തിയ മിനി പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ ആനമങ്ങാട് ചുറ്റിയടിയിൽ അനിലിന്റെ മകൻ അശ്വന്തിനും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. എന്നാൽ ശനിയാഴ്ച രാവിലെയോടെ ആദിത്യന്റെ മരണം സംഭവിക്കുകയായിരുന്നു. പരിക്കേറ്റ അശ്വന്ത് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. CCN ചെർപ്പുളശ്ശേരി. പാലക്കാട് മുടപ്പല്ലൂർ അഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആഘോഷിച്ചു. ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 51 പേർ അണിനിരന്ന പ്രൗഢഗംഭീരമായ ആൽത്തറമേളം പ്രധാന ആകർഷണമായി. വെള്ളിയാഴ്ച പുലർച്ചെ 5-ന് പ്രത്യേക പൂജകളോടെയാണ് വേലയുടെ പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത്. ഉച്ചയ്ക്കു ശേഷം ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ നേതൃത്വം നൽകിയ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ 7 ആനകൾ അണിനിരന്ന എഴുന്നള്ളത്ത് നടന്നു. എഴുന്നള്ളത്ത് ചക്കാന്തറ വഴി അഴിക്കുളങ്ങര ക്ഷേത്രത്തിനു സമീപമുള്ള പന്തലിൽ അണിനിരന്നതോടെ ജനങ്ങളെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് മേളം ആരംഭിച്ചു. ഇത്തവണത്തെ മേളത്തിന് പനങ്ങാട്ടിരി മോഹനാണ് നേതൃത്വം നൽകിയത്. രാത്രി 10-ന് തൃത്തായംപക അരങ്ങേറി. തുടർന്ന് കുതിര എഴുന്നള്ളത്ത്, രാത്രിവേല എഴുന്നള്ളത്ത്, പഞ്ചാരിമേളം എന്നിവയ്ക്ക് ശേഷം നാലമ്പലത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. CCN പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. വിഷയത്തിൽ ഉന്നതതല യോഗം വിളിക്കും. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയായതിനു ശേഷം ജില്ലയിലെത്തിയ മന്ത്രിക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വലമായ സ്വീകരണം നൽകി. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ UDF രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. കരാറിൽ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുകയെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. വർഗീയ പ്രചാരണം നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടത്തിൽ മതേതര നിലപാടെടുത്തതാണ് മുസ്ലിം ലീഗ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കാരണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മുസ്ലിം ലീഗ് ലീഡേഴ്സ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
റവന്യൂ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയ AP അനിൽകുമാറിന് സ്വീകരണമൊരുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. മലപ്പുറം KSRTC പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെയാണ് മന്ത്രിയെ DCC ഓഫീസിലേക്ക് ആനയിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.